ഹായ് എവരി വൺ, വെൽക്കം ടു നീതൂസ് ക്ലാസ് റൂം. 9ാം ക്ലാസ് ബയോളജിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഡൈജഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഓഫ് ന്യൂട്രിയൻസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ വീഡിയോ. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ സ്റ്റാർട്ടിംഗ് പോർഷനൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. അത് നമ്മൾ അവസാനം പറഞ്ഞു നിർത്തിയത് മെക്കാനിക്കൽ ഡൈജഷൻ, നമ്മുടെ ടീത്തിൻ്റെ സ്ട്രക്ചർ, അതുപോലെ പെരിസ്റ്റാൾസിസ് ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. സോ ആ ഭാഗം കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും, എല്ലാവരും കണ്ടു നോക്കൂ. അപ്പോൾ നമുക്ക് ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗം നോക്കിയാലോ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് നമ്മുടെ ഭാഗം സ്റ്റാർട്ട് ചെയ്യുന്നത്. നോക്കുക, കുട്ടി എന്താ ആലോചിക്കുന്നത്? വൈ ഡസൻ ഫുഡ് എൻ്റർ ട്രക്കിയ വൈൽ സ്വാലോയിങ് ഇറ്റ്? അതായത് നമ്മൾ ഭക്ഷണം ഉള്ളിലേക്ക് ഇറക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നമ്മുടെ ട്രക്കിയയിലേക്ക് ഫുഡ് കയറാത്തത്? ട്രക്കിയ എന്ന് പറഞ്ഞാൽ വിൻ പൈപ്പ്, അതായത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലുള്ള നമ്മുടെ മൂക്കിൽ നിന്ന് നമ്മൾ ശ്വസിക്കുന്ന വായു മൂക്കിലൂടെ കയറി നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എത്തിക്കുന്ന ആ ഒരു കുഴലിനെ, വിൻഡ് പൈപ്പിനെ പറയുന്ന പേരാണ് ട്രക്കിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഭക്ഷണം ഈ ട്രക്കിയയിലേക്ക് കയറാതെ എങ്ങനെ കറക്റ്റായിട്ട് നമ്മുടെ വയറ്റിലേക്ക് എത്തുന്നു എന്നാണ് ആ കുട്ടിയുടെ സംശയം എന്ന് പറയുന്നത്. ഇനി അങ്ങനെ ഒരു സംശയം ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് ഈ ഒരു പിക്ചർ ഒന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടാകുന്നത് നോക്കൂ. അതായത് ആദ്യം നമുക്ക് റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കൂ, സോ നമ്മുടെ നോസിലൂടെ എയർ ഉള്ളിലേക്ക് കയറുന്നു ആൻഡ് ഇതിലേ വന്നിട്ട് ട്രക്കിയയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഫാരിങ്സിലൂടെ കടന്നു പോയിട്ട് ട്രക്കിയയിലേക്ക് ഇങ്ങനെ കയറുന്നു. സോ ഇതാണ് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ എയറിൻ്റെ മൂവ്മെൻറ്റ്. ഈ ഒരു ഡയറക്ഷനിലാണ് എയറിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവുക. അതേസമയം നമ്മുടെ ഫുഡ് ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുകയെന്ന് വെച്ചാൽ നോക്കൂ, നമ്മുടെ സ്റ്റൊമക്കിൽ ഈ ഗ്രീൻ കളറിൽ കാണുന്നതാണ് ഫുഡിൻ്റെ ഭാഗം കേട്ടോ. ഇതാണ് ഫുഡ്. ഈ ഫുഡ് എന്ത് ചെയ്യുന്നു? ഫുഡ് ഇതേപോലെ തന്നെ ആ കോമൺ ആയിട്ടുള്ള ഒരു പോയിൻ്റ് ഉണ്ട്, ഫാരിങ്സ്, ആൻഡ് അതിലൂടെ വന്നിട്ട് ഈസോഫാഗസിലേക്കും പോകുന്നു. അപ്പോൾ കണ്ടോ, ഈ ഫാരിങ്സ് എന്ന് പറയുന്ന ഭാഗം രണ്ടും കടന്നു പോകുന്ന, അതായത് ഫുഡും എയറും രണ്ടും പാസ് ചെയ്തു പോകുന്ന ഒരു കോമൺ പാസേജാണ് ഈ ഫാരിങ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അതായത് ഫുഡ് എന്തുകൊണ്ടാണ് ഫുഡ് ഇങ്ങനെ ഇവിടുന്ന് വന്ന ഫുഡിന് എന്ത് ചെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ട്? ഇങ്ങനെ വന്നിട്ട് ഈ വിൻഡ് പൈപ്പിലേക്ക് ട്രക്കിയയിലേക്ക് കയറാനൊരു ചാൻസ് ഉണ്ട്. പക്ഷെ അത് എന്ത് ചെയ്യുന്നില്ല, സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട് എന്നുള്ളതാണ് ആ കുട്ടിയുടെ സംശയം എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിന് സഹായിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അത് ഒഴിവാക്കുന്ന സ്ട്രക്ചറുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നോക്കൂ, ഇവിടെ രണ്ട് ഭാഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് യൂല, നോക്കൂ, ഈ ഭാഗമാണ് യൂല എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, ആൻഡ് അതുപോലെ നോക്കൂ, ഇതാണ് എപ്പിഗ്ലോട്ടിസ്. കണ്ടോ, ഈ രണ്ട് ഭാഗങ്ങളാണ് പ്രധാനമായി റെസ്പിറേറ്ററി സിസ്റ്റത്തിനെയും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെയും ഒന്ന് മാറ്റി നിർത്തുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ആൻഡ് അതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളത് താഴെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഇതിൽ നമുക്ക് മനസ്സിലാവും ഈ ഗ്രീൻ ഭാഗത്തിനെയാണ് നമ്മൾ ഫുഡായിട്ട് കണക്കാക്കുന്നത് കേട്ടോ. ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഗ്രീൻ ആയിട്ടുള്ള ഫുഡ് നമ്മുടെ വായിൽ കിടക്കുന്നു. ആൻഡ് ടങ് കംപ്രസസ് ദ ഫുഡ് ഇൻ ടു ബോൾസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പാലറ്റ്. പാലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വായിൻ്റെ മോൾഭാഗം ഉണ്ടല്ലോ, മേൽഭാഗം. അപ്പോൾ ആ മേൽഭാഗവും ടങ്കും കൂടിയിട്ടാണ് അതിനെ ഒരു ബോൾ ഷേപ്പിൽ, നമ്മുടെ പല്ലുകൊണ്ട് നമ്മൾ കടിച്ച് ചവച്ച് അരയ്ക്കുന്ന ഭക്ഷണത്തിനെ ഒരു വിഴുങ്ങാൻ പാകത്തിനുള്ള ഒരു ബോൾ ഷേപ്പിലായി മാറ്റുന്നത് നമ്മുടെ ടങ്കും ഈ പാലറ്റ് വായുടെ മോൾഭാഗവും കൂടിയിട്ടാണ്. ആൻഡ് ദെൻ എന്ത് സംഭവിക്കുന്നു? ആ സമയത്ത് ഇവിടെ എന്ത് സംഭവിക്കുന്നു നോക്കൂ, ഈ യൂല എന്ന് പറയുന്ന ഭാഗം മുകളിലേക്ക് നീങ്ങിയിട്ട്, കണ്ടോ, ഇവിടെ നിന്ന് അത് ഇങ്ങനെ മുകളിലേക്ക് നീങ്ങിയിട്ട് ഇവിടെ അത് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്ന ഒരു കളർ വെച്ച് പറയാം. ഇത് നോക്കൂ, ഇവിടെ അത് ക്ലോസ് ചെയ്യാണ് ആ മുകളിലേക്ക്, അതായത് മൂക്കിൽ നിന്ന് വരുന്ന ആ ഒരു ഭാഗത്തിന് അത് ക്ലോസ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. ഈ ഭാഗത്തിന് അവിടെ ക്ലോസ് ആകുന്നു. അപ്പോൾ എന്ത് ചെയ്യില്ല, നമ്മൾ ഈ ഇറക്കുന്ന സമയത്ത് ഈ ഗ്രീൻ ഭാഗം കണ്ടോ, നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് എത്തുന്ന സമയത്ത് ഈ യൂല മുകളിൽ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യില്ല, എയർ വരില്ല. അപ്പോൾ നമ്മുടെ മൂക്കിലേക്ക് ഭക്ഷണം കയറാനുള്ള സാധ്യത അവിടെ കുറയുന്നു. അതേപോലെ തന്നെ എപ്പിഗ്ലോട്ടിസ് എന്ത് ചെയ്യുന്നു,
Posterior part of the tongue allows food to move over the epiglottis into the esophagus. ഈ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗം വന്നിട്ട് എന്ത് ക്ലോസ് ചെയ്യും? ഈ മൂന്നാമത്തെ പിക്ചറിൽ നോക്കിയാൽ കാണാം, ആ വിൻഡ് പൈപ്പിൻ്റെ ഭാഗം എപ്പിഗ്ലോട്ടിസ് കവർ ചെയ്ത് വെച്ചിരിക്കുന്നു, അടച്ചു വെച്ചു. എപ്പിഗ്ലോട്ടിസ് വിൻഡ് പൈപ്പ് അടച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ തന്നെ എന്ത് സംഭവിക്കും? ഈ ഗ്രീൻ കളറുള്ള നമ്മുടെ ഫുഡ് എന്ത് ചെയ്യുന്നു? നേരെ ഈസോഫാഗസിലേക്ക് പോകുന്നു. ട്രക്കിയ റൈസസ് അപ്പ് ആൻഡ് ഈസ് ക്ലോസ്ഡ് ബൈ ദ എപ്പിഗ്ലോട്ടസ്. അതേപോലെ ഈ ട്രക്കിയ എന്ത് ചെയ്യുന്നുണ്ട്? ട്രക്കിയ ഒന്ന് മുകളിലേക്ക് ഉയരും. അങ്ങനെ ഒന്ന് മുകളിലേക്ക് ഉയരുമ്പോഴാണ് ഈ എപ്പിഗ്ലോട്ടിസ് ട്രക്കിയേനെ ക്ലോസ് ചെയ്യുന്നത്. അങ്ങനെ ക്ലോസ് ചെയ്യുമ്പം എന്ത് ചെയ്യും? ഫുഡ് കറക്റ്റായിട്ട് ഈസോഫാഗസിലൂടെ മൂവ് ചെയ്ത് പോവും. ഓക്കെ, ഇതാണ് അവിടെ സംഭവിക്കുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യന് നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാമെന്ന് നോക്കാം. എന്തായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ? Why doesn't food enter trachea while swallowing it? So നമുക്കതിങ്ങനെ ആൻസർ ചെയ്യാം. When you swallow, the epiglottis covers the entrance to the trachea or windpipe, directing food into the esophagus. This prevents food from entering the trachea and ensure it goes down the esophagus. So നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെ സിമ്പിളായിട്ട് 2 സെൻറ്റൻസിന് കൊടുത്തിട്ടുണ്ട്. അല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ടെക്സ്റ്റിൽ കണ്ട പോയിന്റുകളെല്ലാം ഓരോ പിക്ചറിൻ്റെ അടിയിലുള്ള പോയിന്റുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് മാർക്കിനനുസരിച്ച് പോയിൻറ്റ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ആ ക്വസ്റ്റിൻ്റെ ആൻസർ ക്ലിയർ ആണല്ലോ. സോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ഈ പോയിന്റുകളെല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്യാം, മാർക്കിനനുസരിച്ച് ചെയ്യുക. അല്ല, സിമ്പിളായിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ അത്രയും സെൻറ്റൻസ് മതിയാവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദ റീസൺ ഫോർ സേയിങ് ദാറ്റ് വൺ ഷുഡ് നോട്ട് ടോക്ക് വൈൽ ഈറ്റിംഗ് ഫുഡ്? ഫൈൻഡ് ഔട്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുത് എന്ന് പറയും, അതെന്തുകൊണ്ടാണെന്ന്. അപ്പോൾ അത് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ആൻസർ ചെയ്യാം. അതേപോലെ തന്നെ ചില സമയത്ത് നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കണതിൻ്റെ ഇടയിൽ ചിരിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നെറുകിൽ കയറുക എന്നൊക്കെ നമ്മൾ പറയൂ അല്ലേ? അങ്ങനെ പറയും. ചിലപ്പോൾ ഈ ചെറിയ കുട്ടികൾ പാല് കുടിക്കുമ്പോൾ ഇതേപോലെ നെറുകിൽ കയറും, മൂക്കിലൂടെ പാല് വരിക, അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ അവരുടെ ഈ മെക്കാനിസം ഒന്നും ഇത്ര എഫക്റ്റീവായിട്ട് വരുന്നല്ലേ ഉള്ളൂ, പിന്നെ കുഞ്ഞതും അല്ലേ. അപ്പോൾ അത് കാരണമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു കണക്ഷൻ നമ്മുടെ മൗത്തും നോസും തമ്മിൽ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുത് എന്ന് പറയണത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. നോക്കൂ, സെക്കൻഡ് ആൻസർ നോക്കൂ. It is important not to talk while swallowing to ensure that the epiglottis functions properly and prevents food from entering the trachea. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ എപ്പിഗ്ലോട്ടിസ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ എന്തിനുള്ള ചാൻസ് ഉണ്ട്? ഫുഡ് ഈസോഫാഗസിലേക്ക് പോകണതിന് പകരം ട്രക്കിയയിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കരുതെന്ന് പറയണത്. ഓക്കെ, സോ നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് ആൻസർ എഴുതാം. ദെൻ now you have understood about swallowing of food and mechanical digestion. Then human alimentary canal and related parts are given in illustration. Then അത് അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ ഫൈൻഡിങ്സ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്ക് കിടക്കുകയാണ്. നമ്മുടെ അലിമെൻ്ററി കനാലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗങ്ങളും അതിൻ്റെ ഫങ്ഷൻസൊക്കെയാണ് ഇതിൽ തന്നിരിക്കുന്നത്, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഓവറോൾ. അപ്പോൾ നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് നോക്കി പോവാം, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഡീറ്റെയിൽ ആയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റാർട്ടിങ് വിത്ത് മൗത്ത് അല്ലേ? മൗത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ദ ഡൈജഷൻ ഓഫ് സ്റ്റാർച്ച് ബിഗിൻസ് with the help of salivary amylase of saliva which is produced from the salivary gland. അപ്പോൾ മൗത്തിൽ ഫുഡിന് എന്ത് സംഭവിക്കുന്നു? അവിടെ വെച്ച് തന്നെ സ്റ്റാർച്ചിൻ്റെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ആൻഡ് സ്റ്റാർച്ചിൻ്റെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമിൻ്റെ പേരാണ് സലൈവറി അമിലേസ്. ഈ സലൈവറി അമിലേസ് എന്ന് പറയുന്നത് സലൈവയിലാണുള്ളത്. ആൻഡ് സലൈവ ഇസ് പ്രൊഡ്യൂസ്ഡ് ബൈ സലൈവറി ഗ്ലാൻഡ്. അപ്പം അതായത് സലൈവ എന്ന് വെച്ചാൽ നമ്മുടെ ഉമിനീര്. അപ്പോൾ നമ്മുടെ സലൈവറി ഗ്ലാൻഡുകൾ, നമ്മുടെ വായിൻ്റെ അകത്തുള്ള സലൈവറി ഗ്ലാൻഡ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? സലൈവ പ്രൊഡ്യൂസ് ചെയ്യും. ഈ സലൈവയിൽ എന്തടങ്ങിയിട്ടുണ്ട്? സലൈവറി അമിലേസ് എന്ന് പറയുന്ന എൻസൈം അടങ്ങിയിട്ടുണ്ട്. ഈ എൻസൈമാണ് സ്റ്റാർച്ചിൻ്റെ ഡൈജഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ മൗത്തിൽ വെച്ച് തന്നെ കെമിക്കൽ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവിടെ പ്രധാനമായും സ്റ്റാർച്ചിൻ്റെ ഡൈജഷനാണ് നടക്കുന്നത്. സോ ഇതുപോലെ നമ്മുടെ അലിമെൻ്ററി കനാലിൻ്റെ ഓരോ ഭാഗത്തും ഓരോ എൻസൈംസും അതിന് ഓരോ ഫങ്ഷൻസും ഉണ്ട്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കണം. അപ്പം മൗത്തിൽ വരുന്നത് സലൈവറി അമിലേസ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ ദ ഡൈജഷൻ ഓഫ് സ്റ്റാർച്ച്.
ദെൻ അടുത്തത് നോക്കൂ, അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഈസോഫാഗസ് ആണ്. ആൻഡ് ഈസോഫാഗസ് നമുക്കറിയാം നമ്മുടെ മൗത്തിനെ സ്റ്റൊമക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു പൈപ്പിനെയാണ് ഈസോഫാഗസ് എന്ന് പറയുന്നത്. ആൻഡ് അവിടെയുള്ള മൂവ്മെൻറ്റ് പെരിസ്റ്റാൾസിസ് ആണെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് മൗത്തിൽ നിന്നും ഈസോഫാഗസ് വഴി എവിടെ എത്തിച്ചേരുന്നു? സ്റ്റൊമക്കിൽ എത്തിച്ചേരുന്നു. ദെൻ നെക്സ്റ്റ് പാർട്ട് സ്റ്റൊമക്ക്. അപ്പോൾ സ്റ്റൊമക്കിനകത്ത് എന്തെല്ലാം സംഭവിക്കുന്നു നോക്കാം. Hydrochloric acid of gastric juice produced by the gastric glands destroy germs in the food, regulates pH. അപ്പോൾ നമ്മുടെ സ്റ്റൊമക്ക് വാളിലുള്ള ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഗ്യാസ്ട്രിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ഗ്യാസ്ട്രിക് ജ്യൂസിൽ എന്തടങ്ങിയിട്ടുണ്ട്? ഹൈഡ്രോക്ലോറിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എന്തെങ്കിലും ജേംസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നശിപ്പിക്കുന്നു. അതേപോലെ തന്നെ റെഗുലേറ്റ്സ് pH, അതായത് സ്റ്റൊമക്കിലൊരു അസിഡിക് pHയിലേക്ക് അതിനെ മാറ്റുന്നു. സ്റ്റൊമക്കിലുള്ള സാധനങ്ങൾ ഒരു അസിഡിക് pHയിലേക്ക് മാറ്റുന്നു. Then the enzymes pepsin partially digest the proteins. അപ്പോൾ അവിടെയുള്ള എൻസൈംസ് ഏതൊക്കെയാണ്? പെപ്സിൻ, അത് ഏതിന് വേണ്ടിയിട്ടുള്ളത്? ആ പ്രോട്ടീന് വേണ്ടിയിട്ടുള്ളത്. ദെൻ ലിപ്പേസ് ഹെൽപ്സ് ഇൻ ദ ഡൈജഷൻ ഓഫ് ലിപ്പിഡ്സ്. പെപ്സിൻ ഫോർ പ്രോട്ടീൻ, ലിപ്പേസസ് ഫോർ ലിപ്പിഡ്സ്. ഓക്കെ. ദെൻ വേറൊരു ഇതും കൂടി അതിലുള്ളത് മ്യൂക്കസ് ആണ്. മ്യൂക്കസ് പ്രൊട്ടക്ട് ദ സ്റ്റൊമക്ക് വാൾ ഫ്രം ദ ആക്ഷൻസ് ഓഫ് ഡൈജസ്റ്റീവ് ജ്യൂസസ്. ഓക്കെ. അപ്പോൾ ഇതിൽ കുറേ പോയിന്റ്സ് വരുന്നുണ്ട്, ഓരോന്നായിട്ട് നോക്കണം. ആദ്യം അവിടെ എന്തെല്ലാമാണ്, അതായത് സ്റ്റൊമക്കിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് ഉണ്ടാകുന്നത് നോക്കാം. ഗ്യാസ്ട്രിക് ജ്യൂസ്, ആൻഡ് ഗ്യാസ്ട്രിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് ആണ്. ഗ്യാസ്ട്രിക് ജ്യൂസിനകത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട്. ദെൻ അതേപോലെ തന്നെ എൻസൈംസ് ഉണ്ട്. ഏതൊക്കെ എൻസൈംസ് ആണുള്ളത്? പെപ്സിൻ, ലിപ്പേസ്. പെപ്സിൻ പ്രോട്ടീൻ്റെ ഡൈജഷന് വേണ്ടിയിട്ടും ലിപ്പേസസ് ലിപ്പിഡ്സിൻ്റെ ഡൈജഷന് വേണ്ടിയിട്ടും ഉള്ളതാണ്. അതേപോലെ മ്യൂക്കസ് ഉണ്ട്. മ്യൂക്കസ് എന്ത് ചെയ്യുന്നു? ഈ നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിന് പെരിസ്റ്റാൾസിസ് ഒക്കെ നടന്ന് ഇങ്ങനെ ഒരു നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടി സഹായിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റൊമക്ക് വാൾ, ഹൈഡ്രോക്ലോറിക് ആസിഡ് നമുക്കറിയാം ആ ആസിഡാണ്. അപ്പോൾ അത് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ഉള്ളിലുള്ള വാൾസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ളതാണ്. അപ്പോൾ ആസിഡ് അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണ്ടേ? പക്ഷെ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കാതെ നമ്മുടെ സ്റ്റൊമക്കിൻ്റെ വാളിനെ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതാണ് മ്യൂക്കസിൻ്റെ ഡ്യൂട്ടി. ഓക്കെ. ഇപ്പോൾ സ്റ്റൊമക്കിൽ ഇതിൽ ഓരോ പോയിൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഏത് രീതിയിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പോൾ നന്നായി മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. ഇനി സ്റ്റൊമക്കിൻ്റെ ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ ഡിയോഡിനം എന്ന് പറയുക. ഡിയോഡിനം, ആ സ്റ്റൊമക്ക് കഴിഞ്ഞിട്ട് ആ ഒരു വളഞ്ഞിരിക്കുന്ന ആ ഒരു ഭാഗത്തിനെയാണ് ഡിയോഡിനം എന്ന് പറയുക. ഇവിടേക്ക് കുറച്ച് സെക്രീഷൻസ് വരുന്നുണ്ട്. അത് പ്രധാനമായും ഏതിൽ നിന്നൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ലിവറിൽ നിന്നും പാൻക്രിയാസിൽ നിന്നുമാണ്. ലിവർ ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇതാണ് നമ്മുടെ ലിവർ എന്ന് പറയുന്നത്. ആൻഡ് ഈ ലിവറും ഡൈജഷനും തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് നമുക്കിവിടെ കാണാം. നോക്കൂ, ലിവർ എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസസ് ബൈൽ ആൻഡ് സ്റ്റോർസ് ഇറ്റ് ഇൻ ദ ഗോൾ ബ്ലാഡർ. ലിവർ എന്ത് ചെയ്യുന്നു? ബൈൽ ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് അത് എവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു? ഗോൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു. ലിവറിനോട് ചേർന്നിട്ട് ആ ഗ്രീൻ കളറിൽ ഒരു സഞ്ചി പോലെ കാണുന്ന ആ ഒരു ചെറിയ ഭാഗത്തിനെയാണ് ഗോൾ ബ്ലാഡർ എന്ന് പറയാം. അവിടെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നു. ഈ ബൈലിൽ എന്താണുള്ളത് നോക്കൂ. എൻസൈംസ് ആർ ആബ്സെൻറ്റ് ഇൻ ബൈൽ. ഇറ്റ് റീച്ചസ് ദ ഡിയോഡിനം ആൻഡ് കൺവേർട്സ് ഫാറ്റ് ഇൻ ടു സ്മോൾ പാർട്ടിക്കിൾസ് ആൻഡ് റെഗുലേറ്റ് pH. അപ്പോൾ ബൈൽ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഫാറ്റിൻ്റെ കൺവേർഷന് വേണ്ടിയിട്ട്, ഫാറ്റിന് ഡൈജഷന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ബൈൽ. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റൊമക്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഫുഡിനെ ഒരു അസിഡിക് pHയിലേക്ക് ആക്കുമെന്ന് പറഞ്ഞു. ആ pHനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ, മെയിൻറ്റെയിൻ ചെയ്യാൻ കൂടി എന്ത് സഹായിക്കുന്നുണ്ട്? ബൈൽ സഹായിക്കുന്നുണ്ട്, ബൈൽ ജ്യൂസ് സഹായിക്കുന്നുണ്ട്. എന്നാൽ മാത്രമാണ് ഫർദർ ഡൈജഷൻ, അതായത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നടക്കുന്ന ഡൈജഷന് ഈ അസിഡിക് pH പറ്റില്ല, അതിനൊന്ന് സപ്രസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിന് ഈ ബൈൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ലിവറിൽ. ആൻഡ് ബൈൽ ജ്യൂസും ബൈൽ എന്നുള്ള ആ ഒരു വേർഡും ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അത് എവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു? ഗോൾ ബ്ലാഡറിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു. ദെൻ അതിൻ്റെ ഫങ്ഷൻസും നോക്കണം. ആൻഡ് അത് എവിടേക്കാണ് സെക്രീറ്റ് ചെയ്യുക? അതായത് ഈ ബൈൽ ലിവറിൽ നിന്ന് എങ്ങോട്ടാണ് വരുന്നത്? സ്റ്റൊമക്കിലേക്കല്ല, ഡിയോഡിനത്തിലേക്കാണ്. ഡിയോഡിനം എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തന്നല്ലോ, അവിടേക്കാണ് അത് സെക്രീറ്റ് ചെയ്യുക. അതേപോലെ തന്നെ
പാൻക്രിയാസ് നോക്കൂ, ഇതാ ഈ ഭാഗത്തായിട്ട് ഈ യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്ന സ്റ്റൊമക്കിൻ്റെ അടിഭാഗത്തായിട്ട് കാണുന്ന പോലെ യെല്ലോ കളറിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഭാഗമാണ് പാൻക്രിയാസ് എന്ന് പറയുന്നത്. പാൻക്രിയാസ് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പാൻക്രിയാറ്റിക് ജ്യൂസ് ആണ്. ഇത് എവിടെ എത്തിച്ചേരുന്നു? ഡിയോഡിനത്തിൽ എത്തിച്ചേരുന്നു. ഈ ഒരു ഭാഗത്തേക്കാണ് അത് തുറക്കുന്നത്. ദെൻ ആൻഡ് ഹെൽപ്സ് ഡൈജഷൻ. പാൻക്രിയാറ്റിക് അമിലേസ്. ദെൻ ആ പാൻക്രിയാറ്റിക് ജ്യൂസിൽ എന്തൊക്കെയാണുള്ളതാണെന്നാണ് നോക്കുന്നത്, ഏതൊക്കെ എൻസൈംസ് ഉണ്ട് എന്നുള്ളത്. പാൻക്രിയാറ്റിക് അമിലേസ് ഉണ്ട്, അതേപോലെ ട്രിപ്സിൻ ഉണ്ട്, ലിപ്പേസസ് ഉണ്ട്. ഓക്കെ, ഓരോന്നിനും ഓരോ ഫങ്ഷനാണ് ചെയ്യാനുള്ളത്. പാൻക്രിയാറ്റിക് അമിലേസ് എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റാർച്ചിൻ്റെ ഡൈജഷന് വേണ്ടിയിട്ടാണ്. ട്രിപ്സിൻ എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോട്ടീൻ്റെ ഡൈജഷന് വേണ്ടിയിട്ടാണ്. ലിപ്പേസ് ലിപ്പിഡിൻ്റെ ഡൈജഷന് വേണ്ടിയിട്ടാണ്. ആൻഡ് ലിപ്പിഡിൻ്റെ ഡൈജഷൻ അവിടെ വെച്ച് കംപ്ലീറ്റ് ആക്കിയിട്ട് അതിനെ എന്താക്കി മാറ്റും? ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ആക്കിയിട്ട് മാറ്റുന്നുണ്ട്. സോ അതാണ് പാൻക്രിയാസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. സോ അതിൽ കുറച്ചധികം പോയിൻറ്റ്സ് പഠിക്കാനുണ്ട്, ശ്രദ്ധിച്ച് പഠിക്കുക. എന്തൊക്കെയാണ്? ഇതിനൊരു ഷോർട്ട് നോട്ടായിട്ട് ഓരോന്നിൽ ഏതാണ് ഭാഗം എന്നുള്ളത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം, ഏതൊക്കെ എൻസൈംസ് ആണ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ പാൻക്രിയാസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? പാൻക്രിയാറ്റിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ ഇത് എവിടെ എത്തിച്ചേരുന്നതാണ്? ഡിയോഡിനത്തിൽ എത്തിച്ചേരുന്നിട്ട് ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നു. അതിൽ പാൻക്രിയാറ്റിക് ജ്യൂസിൽ ഏതൊക്കെ എൻസൈമാണ് അടങ്ങിയിട്ടുള്ളത്? അമിലേസ് ഉണ്ട്, ആൻഡ് അത് സ്റ്റാർച്ചിനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യുന്നു. സ്റ്റാർച്ചിൻ്റെ ഡൈജഷൻ അവിടെ കംപ്ലീറ്റ് ആവുന്നില്ല, അതുകൊണ്ടാണ് പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ട്രിപ്സിനാണെങ്കിലോ പ്രോട്ടീൻസിനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യുന്നു. ലിപ്പേസസ് ലിപ്പിഡ്സിൻ്റെ ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നു. അതായത് നമ്മൾ ഫുഡിൻ്റെ കമ്പോണൻസ്, ന്യൂട്രിയൻസ് ആദ്യം പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഇതൊക്കെ പറഞ്ഞിരുന്നു അല്ലേ? പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് ഓരോന്നിനെയും നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഈ കോംപ്ലക്സ് ആയിട്ടുള്ള രൂപത്തിന് ചെറിയ ചെറിയ ഭാഗങ്ങളാക്കുക. അതായത് നമ്മുടെ രക്തത്തിലേക്ക് വലിച്ചെടുക്കാൻ പാകത്തിനുള്ള സിമ്പിൾ കമ്പോണൻസ് ആക്കുക എന്നുള്ളതാണ് ഡൈജഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോന്നിനും ഏറ്റവും ഇങ്ങനെ സിമ്പിളാക്കി കൊണ്ടുപോകുമ്പോൾ ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള ഫോം ഉണ്ടാവും. അതായത് ഇപ്പോൾ ലിപ്പിഡ്സിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫോം എന്ന് പറയുന്നത് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആയി മാറുക. അതിനെ കഷ്ണാക്കി മുറിച്ചാൽ ഏറ്റവും ചെറിയ കഷ്ണം എങ്ങനെയായിരിക്കും? അപ്പോൾ അതേപോലെ ലിപ്പിഡ്സിനെ സിമ്പിളാക്കി കൊണ്ടുവന്നിട്ട് ഏറ്റവും അവസാനം എത്തുമ്പോൾ കിട്ടുന്നതാണ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും. ഇതേപോലെ ഓരോന്നിനും ഉണ്ട്, അത് നമുക്ക് ലാസ്റ്റ് പറയാം. ഓക്കെ, അപ്പോൾ ലിപ്പിഡ് എന്തായിട്ട് മാറും? അവസാനം ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോളായിട്ട് മാറും. ഇതിനെയാണ് നമ്മൾ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കുന്നത്. ഇനി അതിലും ചെറുതാക്കാൻ ഇല്ല, അത് വലിച്ചെടുക്കുക. അത് നമ്മുടെ ബോഡിക്ക് ആവശ്യമുണ്ട്. സോ നമ്മുടെ ബോഡി അതിനെ അബ്സോർബ് ചെയ്തെടുക്കും. സോ ഇത്രയാണ് പാൻക്രിയാസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ സ്റ്റൊമക്ക് കഴിഞ്ഞു, സ്റ്റൊമക്കിലെ പരിപാടികളെല്ലാം കഴിയുന്നു, ഡിയോഡിനത്തിലൂടെ കടന്നു പോകുന്നു. ആ സമയത്ത് ബൈലും അതേപോലെ പാൻക്രിയാറ്റിക് ജ്യൂസും ഫുഡുമായിട്ട് മിക്സ് ചെയ്യുന്നു. ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആണ്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അലിമെൻ്ററി കനാലിലെ ഏറ്റവും ലോങ്ങർ ആയിട്ടുള്ള ഭാഗമാണ്. ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന ഈ ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. ദെൻ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എന്തൊക്കെ നടക്കും നോക്കൂ. ഡൈജസ്റ്റീവ് ജ്യൂസസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദ ലിവർ ആൻഡ് പാൻക്രിയാസ് റീച്ച് ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ഹെൽപ്പ് ഡൈജഷൻ. ദെൻ ഡിഫറെൻറ്റ് കാർബോഹൈഡ്രേറ്റ്സ് ഓഫ് intestinal juice produced by the small intestine convert complex carbohydrates into simple components like glucose, fructose and galactose. അപ്പോൾ നോക്കൂ, അപ്പോൾ ഡിയോഡിനത്തിൽ നമ്മുടെ ബൈലും പാൻക്രിയാറ്റിക് ജ്യൂസും ഫുഡിൽ മിക്സ് ചെയ്യുന്നു എന്ന് പറയുന്നു. അവിടെ നിന്ന് അത് നേരെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്കാണ് വരുന്നത്. ഓക്കെ, അതേപോലെ അത് കൂടാതെ തന്നെ ഈ ഇൻറ്റസ്റ്റൈനിൻ്റെ വാള് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, കാർബോഹൈഡ്രേറ്റിനെ സിമ്പിളാക്കാൻ പറ്റുന്ന എൻസൈമുകളെയാണ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. ഈ എൻസൈമുകൾ എന്ത് ചെയ്യും? കാർബോഹൈഡ്രേറ്റിൻ്റെ ഡൈജഷൻ അവിടെ വെച്ച് കംപ്ലീറ്റ് ആക്കിയിട്ട് അതിനെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഏതൊക്കെ ആയിട്ട് മാറ്റും? ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് ആൻഡ് ഗാലക്ടോസ് ആക്കിയിട്ട് മാറ്റും. ഇതിനി എന്ത് ചെയ്താൽ മതി? അബ്സോർബ് ചെയ്താൽ മതി, നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്താൽ മതി. അതേപോലെ തന്നെ പ്രോട്ടിയേസസ് എന്താക്കും? പ്രോട്ടീൻസിനെ അമിനോ ആസിഡാക്കി മാറ്റുന്നു. അത് പ്രോട്ടീൻ്റെയും ഡൈജഷൻ്റെ ഒരു ഏറ്റവും സിമ്പിൾ ഫോമാണ്.
പ്രോട്ടീൻസ് എന്തായിട്ട് മാറുന്നു? അമിനോ ആസിഡായിട്ട് മാറുന്നു. അപ്പോൾ ഡൈജഷൻ ഏകദേശം എവിടെ വെച്ച് അവസാനിക്കും? ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് ഡൈജഷൻ അവസാനിക്കും. എന്നിട്ട് അടുത്ത പ്രോസസ്സായിട്ടുള്ള അബ്സോർപ്ഷൻ തുടങ്ങും. ഈ സ്റ്റേജസ് നമ്മൾ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതല്ലേ. അപ്പോൾ ആ ഡൈജഷൻ കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അബ്സോർപ്ഷനാണ്. അപ്പോൾ ഡൈജഷൻ അവസാനിപ്പിച്ചിട്ട് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ട് എന്ത് സ്റ്റാർട്ട് ചെയ്യും? അബ്സോർപ്ഷൻ സ്റ്റാർട്ട് ചെയ്യും. എന്തിൻ്റെയൊക്കെ അബ്സോർപ്ഷനാണ് മെയിനായിട്ട് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നടക്കണേ നോക്കൂ. ദ അബ്സോർപ്ഷൻ ഓഫ് സിമ്പിൾ ന്യൂട്രിയൻസ്, വാട്ടർ, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് മെയിൻലി ടേക്സ് പ്ലേസ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഇപ്പോൾ വാട്ടറിൻ്റെ, സിമ്പിൾ ന്യൂട്രിയൻസിൻ്റെ, വൈറ്റമിൻസ്, മിനറൽസ് ഇതിനൊക്കെ അബ്സോർബ് ചെയ്യാൻ തുടങ്ങുന്നത്, അബ്സോർബ് ചെയ്യുന്നത് എവിടെയാണ്? സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാക്കി അബ്സോർപ്ഷനൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നടക്കുന്ന അബ്സോർപ്ഷനൊക്കെ തീർത്തിട്ട് ബാക്കിയുള്ള ഫുഡിൻ്റെ ഭാഗങ്ങൾ എവിടേക്ക് പോകും? ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് പോകും. ആൻഡ് ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് ഏതാണെന്ന് അറിയാലോ? നമ്മുടെ ഈ ഭാഗത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ലാർജ് ഇൻറ്റസ്റ്റൈനിൽ എന്ത് സംഭവിക്കുന്നു? അൺഡൈജസ്റ്റഡ് ഫുഡ് സബ്സ്റ്റൻസസ് റീച്ച് ഹിയർ. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഡൈജഷൻ കഴിഞ്ഞ് അബ്സോർപ്ഷനും കഴിഞ്ഞ് ബാക്കി അൺഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഭാഗമാണ് ഈ ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് എത്തുന്നത്. അവിടെ വെച്ചിട്ട് മെയിനായിട്ട് അബ്സോർപ്ഷൻ കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അബ്സോർപ്ഷൻ ഓഫ് റിമൈനിങ് വാട്ടർ ആൻഡ് സോൾട്ട്സ് ഒക്കെയോ ഹിയർ. അപ്പോൾ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എന്തെങ്കിലും അബ്സോർബ് ചെയ്യാൻ ബാക്കിയുള്ളതോ അല്ലെങ്കിൽ അതുപോലെ വാട്ടറിൻ്റെ അബ്സോർപ്ഷനോ ഒക്കെയാണ് ലാർജ് ഇൻറ്റസ്റ്റൈനിൽ നടക്കുന്നത്. അതേപോലെ തന്നെ സെർട്ടൈൻ ബാക്ടീരിയ ഓഫ് ലാർജ് ഇൻറ്റസ്റ്റൈൻ പ്രൊഡ്യൂസസ് വൈറ്റമിൻ കെ ആൻഡ് ബി കോംപ്ലക്സ്. അവിടെ ചില ഈ നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ ചില ബാക്ടീരിയാസ്, നല്ല ബാക്ടീരിയാസ് അവിടെ ഉണ്ട്. അത് എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? വൈറ്റമിൻ കെയും അതുപോലെ വൈറ്റമിൻ ബി കോംപ്ലക്സും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അവിടെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അതിൻ്റെയും അബ്സോർപ്ഷൻ ഫുള്ള് കഴിഞ്ഞിട്ടുള്ള വേസ്റ്റ് ഭാഗത്തിനെ നമ്മുടെ റെക്റ്റംതിൽ, ഈ ഒരു ഭാഗത്തിനാണ് റെക്റ്റം എന്ന് പറയുന്നത്, അവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. ആൻഡ് ത്രൂ ആനസ് അത് വേസ്റ്റ് പിന്നീട് പുറത്തേക്ക് പോകും. ഇതാണ് നമ്മുടെ ഒരു കംപ്ലീറ്റ് അലിമെൻ്ററി കനാലിൻ്റെ ഡിഫറെൻറ്റ് ഭാഗങ്ങളും അവിടെ നടക്കുന്ന പ്രധാന പ്രോസസ്സുകളും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പിക്ചറാണ്. കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. കുറേയൊക്കെ ഭാഗങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും ചെറിയ ക്ലാസ്സുകളിൽ. പക്ഷേ അവിടെ എന്താ നടക്കുന്നത്, ഓരോ ഭാഗത്തുള്ള എൻസൈംസ് എന്താണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഏത് രീതിയിൽ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇതിൻ്റെ ഒരു ഷോർട്ടാക്കിയിട്ടുള്ള നോട്ട്സ്, വളരെ ഷോർട്ടാക്കി, ഈ പോയിൻറ്റ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഇതെല്ലാം പഠിക്കണം. പിന്നെ ഓരോന്നിലും ഏതാണ് എൻസൈംസ് അല്ലെങ്കിൽ അത് എന്തിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉള്ളതെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ടായിട്ട് കാണിച്ചു തരാം. ദെൻ അത് കൂടാതെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് താഴെ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ടുള്ള നോട്ട്സും എങ്ങനെയാണ് വരണേന്ന് നോക്കാം. സോ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ആൻസേഴ്സ് നോക്കുന്നതിന് മുമ്പ് നമ്മുടെ മെയിനായിട്ടുള്ള സെക്രീഷൻസ്, അതായത് ഓരോ ഭാഗത്തും ഉണ്ടാകുന്ന സെക്രീഷൻസ്, എൻസൈംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാനാണ് ഏത് ഭാഗം, ഏത് പാർട്ടിൽ നിന്ന് എന്ത് ഉണ്ടാവുന്നു എന്നുള്ളത് കേട്ടോ. അപ്പോൾ ആ രീതിയിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കൺഫ്യൂഷൻ ആവാതെ, മാറിപ്പോവാതെ എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മൗത്തിൽ ഉണ്ടാവുന്നത് ഏതാണ്? ഏത് എൻസൈമാണ്? സലൈവറി അമിലേസ് ആണ്. അത് എന്തിൻ്റെ ഡൈജഷനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? സ്റ്റാർച്ചിൻ്റെയാണ്. അതാണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. ദെൻ ഇത് ഏതിൻ്റെ ഡൈജഷന് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് ബ്രാക്കറ്റിൽ കൊടുക്കുന്നത്. ദെൻ അടുത്തത് സ്റ്റൊമക്കിലേക്ക് വരികയാണെങ്കിൽ പെപ്സിൻ എന്തിന് വേണ്ടിയിട്ടുള്ളത്? ഡൈജഷന് വേണ്ടിയിട്ടുള്ളതാ? പ്രോട്ടീൻ്റെ ഡൈജഷനാണ്. ലിപ്പേസസ് ആണെങ്കിൽ ലിപ്പിഡ്സിൻ്റെ ഡൈജഷനാണ്. ദെൻ അത് കഴിഞ്ഞാൽ ലിവറും പാൻക്രിയാസും ഉണ്ട് അല്ലേ. ലിവറിൽ എന്താണ് സെക്രീറ്റ് ചെയ്യുന്നത്? ലിവറിൻ്റെ സെക്രീഷന് നമ്മൾ ബൈൽ എന്നാണ് പറയുന്നത്. ബൈലിൽ മെയിനായിട്ട് എൻസൈംസ് അല്ല ഉള്ളത്. ബൈലിന് വേറെ 1-2 ഫങ്ഷൻസും കൂടി അതിൽ പറയുന്നുണ്ട്, അത് നോക്കി വെക്കണം. അതുകൂടാതെ ബൈൽ ഫാറ്റ് മോളിക്യൂൾസിനെ ചെറുതായിട്ടൊന്ന് ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ട്, എന്ന് വെച്ചാൽ അതിനൊന്ന് ചെറിയ ചെറിയ ഭാഗങ്ങൾ, കഷ്ണങ്ങളാക്കി വിടുന്നുണ്ട്, അതും ബൈൽ ചെയ്യുന്നുണ്ട്. അതേപോലെ സ്റ്റൊമക്കിൻ്റെ കാര്യം പറയുമ്പോൾ അവിടെയും ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഫംഗ്ഷൻ ഒക്കെ പറയുന്നുണ്ട്. എന്തിനാണ് സ്റ്റൊമക്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്താ ചെയ്യുന്നതെന്നുള്ളത് അതൊക്കെ നോക്കി വയ്ക്കണം. അതേപോലെ മ്യൂക്കസിൻ്റെ ഫംഗ്ഷൻ അത് നോക്കി വയ്ക്കണം. ദെൻ പാൻക്രിയാസിലേക്ക് വരികയാണെങ്കിൽ പാൻക്രിയാറ്റിക് ജ്യൂസ് ആണുള്ളത്. ഇതിൽ പാൻക്രിയാറ്റിക് ജ്യൂസിൽ എന്തൊക്കെ എൻസൈംസ് അടങ്ങിയിരിക്കുന്നു? പാൻക്രിയാറ്റിക് അമിലേസ് ഉണ്ട്, ദെൻ അതേപോലെ ട്രിപ്സിൻ ഉണ്ട്, ലിപ്പേസ് ഉണ്ട്. അപ്പം ഈ പാൻക്രിയാസിലുള്ള അമിലേസിൻ്റെ എന്തിനു വേണ്ടിയിട്ടുള്ളത്? സ്റ്റാർച്ചിൻ്റെ ഡൈജഷൻ. ട്രിപ്സിൻ ആണെങ്കിൽ പ്രോട്ടീൻസിൻ്റെ, ലിപ്പേസസ് ആണെങ്കിൽ ലിപ്പിഡ്സിൻ്റെ.
ഓക്കെ, ഇതൊക്കെ പേരുകൾ തമ്മിൽ കണക്ട് ചെയ്ത് വെക്കുക, അപ്പോൾ ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. ദെൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ നോക്കുകയാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പം പലതരത്തിലുള്ള കാർബോഹൈഡ്രേറ്റിനെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള എൻസൈം ഉണ്ട് കേട്ടോ. ഇപ്പോൾ മാൾട്ടോസിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടി മാൾട്ടേസ്, അങ്ങനെ പല ഫ്രക്ടേസ്, അങ്ങനെ പലതുണ്ട്. അപ്പോൾ അതിനെ എല്ലാത്തിനെയും കൂടി കൂടിയിട്ടാണ് ഈ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒറ്റ പേരിൽ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് അതേപോലെ തന്നെ നോക്കിയാൽ മതി. പിന്നെ പ്രോട്ടിയേസസ് ഉണ്ട്, അതെന്തിനു വേണ്ടിയിട്ടാണ്? പ്രോട്ടീന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഡൈജഷൻ്റെ ഭാഗത്ത് വരുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ അബ്സോർപ്ഷനാണ് നടക്കുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ടുള്ള നോട്ടിലേക്ക് പോവാം. സോ ഫസ്റ്റ് പോയിന്റ് എന്താണ്? പാർട്സ് വേർ കെമിക്കൽ ഡൈജഷൻ ടേക്സ് പ്ലേസ്. എവിടെയൊക്കെയാണ് കെമിക്കൽ ഡൈജഷൻ നടക്കുന്നത്? മൗത്തിൽ, സ്റ്റൊമക്കിൽ, സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ, ഈ 3 ഭാഗങ്ങളിലുമാണ് കെമിക്കൽ ഡൈജഷൻ നടക്കുന്നത്. ഓക്കെ, മൗത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മൗത്ത് മറന്നു പോകരുത്, കാരണം അവിടെ എന്തുണ്ട്? സലൈവറി അമിലേസ് ഉണ്ട്. അപ്പോൾ സ്റ്റാർച്ചിൻ്റെ ഡൈജഷൻ അവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് നോക്കൂ, ദ ഡൈജഷൻ ഓഫ് സ്റ്റാർച്ച്, പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ്സ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ്. അപ്പോൾ ഇതൊരു കുറച്ച് ഡീറ്റെയിൽഡ് നോട്ടായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അത് അത്യാവശ്യം പോയിൻറ്റ്സ് ഉള്ളതായതുകൊണ്ടാണ് കുറച്ച് വലുതായിട്ട് തോന്നുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിൻറ്റ്സ് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. നോട്ടൊന്ന് നോക്കി നോക്കാം. നോക്കൂ, ആദ്യം തന്നെ സ്റ്റാർച്ചിൻ്റെ ഡൈജഷൻ. അപ്പോൾ സ്റ്റാർച്ചിൻ്റെ ഡൈജഷൻ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? മൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, മൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മൗത്തിൽ ഏതാണ്? സലൈവറി അമിലേസ് ആണ്. സലൈവറി അമിലേസ് ബിഗിൻസ് ബ്രേക്കിംഗ് ഡൗൺ സ്റ്റാർച്ച് ഇൻ ടു സിംപ്ലർ ഷുഗേഴ്സ്. അപ്പോൾ അതാണ് മൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് സ്മോൾ ഇൻറ്റസ്റ്റൈനിലോ പാൻക്രിയാറ്റിക് അമിലേസ് എന്ത് ചെയ്യുന്നു? കണ്ടിന്യൂസ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് സ്റ്റാർച്ച് ആൻഡ് എൻസൈംസ് ലൈക്ക് മാൾട്ടേസ്, സൂക്രേസ് ആൻഡ് ലാക്ടേസ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഇതൊക്കെ കൂടി ചേർത്തിട്ടാണ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. കാരണം കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ ഒരു തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ് മാത്രമല്ല ഉണ്ടാവുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ. അപ്പോൾ പല തരത്തിലുള്ളതിനെ പല എൻസൈംസ് ആണ് ഡൈജസ്റ്റ് ചെയ്യുക. ഓക്കെ, അതിനെല്ലാത്തിനെയും കൂടി കൂടിയിട്ട് നമുക്ക് പൊതുവേ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയാം. On the intestinal wall completes the process resulting in monosaccharides like glucose, fructose, galactose. അപ്പോൾ ഈ ഡൈജഷൻ കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന പ്രൊഡക്ട്സ് ഇതൊക്കെയാണ്. അത് പിന്നെ എന്ത് ചെയ്യും? വിച്ച് ആർ ദെൻ അബ്സോർബ്ഡ്. പിന്നെ അത് അബ്സോർബ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ സ്റ്റാർച്ച് ഡൈജഷന് നമുക്ക് ഇങ്ങനെ എഴുതാം. ദെൻ അതിന് ശേഷം പ്രോട്ടീൻ്റെ ഡൈജഷൻ വരുമ്പോൾ നോക്കൂ, പ്രോട്ടീൻ്റെ ഡൈജഷൻ സ്റ്റൊമക്കിലും സ്മോൾ ഇൻറ്റസ്റ്റൈനിലുമാണ് മെയിനായിട്ട് നടക്കുന്നത്. അതിൽ സ്റ്റൊമക്കിൽ ഏതായിരുന്നു? പെപ്സിൻ ആണ്. പെപ്സിൻ ആക്ടിവേറ്റഡ് ബൈ സ്റ്റൊമക് ആസിഡ് ബ്രേക്സ് ഡൗൺ പ്രോട്ടീൻസ് ഇൻ ടു സ്മോളർ പോളിപെപ്റ്റൈഡ് ചെയിൻ. അപ്പോൾ ഈ സ്റ്റൊമക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? HCl ആണ് വരുന്നത്. അപ്പം നമ്മൾ പറഞ്ഞിരുന്നു HCl pH റെഗുലേറ്റ് ചെയ്യുന്നു എന്ന്. അതായത് അസിഡിക് pHൽ മാത്രമാണ് ഈ പെപ്സിൻ എന്ന് പറയുന്ന എൻസൈമിന് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ HCl എന്ത് ചെയ്യും? ഹൈഡ്രോക്ലോറിക് ആസിഡ്, നമ്മുടെ സ്റ്റൊമക്കിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ആ ഫുഡിനെ ഒന്ന് അസിഡിക് ആക്കി മാറ്റും. അപ്പോൾ ഈ പെപ്സിൻ ആക്ടിവേറ്റ് ആയിട്ട് പ്രോട്ടീനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ചെറിയ ചെറിയ പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആക്കിയിട്ട് മാറ്റും. ഇനി സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വരുമ്പം എന്ത് ചെയ്യും? ഈ ട്രിപ്സിൻ എന്ന് പറയുന്ന എൻസൈം പിന്നെയും അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് അമിനോ ആസിഡ് ആൻഡ് സ്മോളർ പെപ്റ്റൈഡ്സ് ആക്കി മാറ്റും. ദെൻ പ്രോട്ടിയേസസ് എന്ത് ചെയ്യും? ഇതിനെ വീണ്ടും ഏറ്റവും ലാസ്റ്റ് ലെവലായിട്ടുള്ള അമിനോ ആസിഡ്സിലേക്ക് മാറ്റിയിട്ട് പിന്നെ അതിനെ അബ്സോർബ് ചെയ്യും. ഇത്രയാണ് പ്രോട്ടീൻ ഡൈജഷനിൽ നടക്കുന്നത്. അടുത്തത് ലിപ്പിഡിൻ്റെ ഡൈജഷൻ. ലിപ്പിഡ് ഡൈജഷൻ എന്ന് പറയുമ്പം ഏതൊക്കെയാണ് വരുന്നത്? സ്റ്റൊമക്കിലുള്ള ഗ്യാസ്ട്രിക് ലിപ്പേസ്, അതായത് ഗ്യാസ്ട്രിക് ജ്യൂസിലുള്ള ലിപ്പേസ് എന്ത് ചെയ്യുന്നുണ്ട്? ചെറുതായിട്ട് അതിനെ ഒന്ന് ലിപ്പിഡ്സിൻ്റെ ഡൈജഷൻ തുടങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബൈൽ എന്ത് ചെയ്യും? ബൈൽ ഫ്രം ദ ലിവർ എമൾസിഫൈസ് ഫാറ്റ് മേക്കിംഗ് ദം ആക്സസിബിൾ ടു പാൻക്രിയാറ്റിക് ലിപ്പേസ്. ഇനി സ്മോൾ ഇൻറ്റസ്റ്റൈനിലെത്തുമ്പം അതിൽ പാൻക്രിയാറ്റിക് ലിപ്പേസ് വന്നിട്ട് പിന്നെ ഈ ലിപ്പിഡ്സിനെയും ഫാറ്റിനെയും അവസാനം ലാസ്റ്റ് ഫോം ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് ആൻഡ് മോണോഗ്ലിസറൈഡ്സ് ആക്കിയിട്ട് മാറ്റും. എന്നിട്ട് അതിനെ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ലിപ്പിഡ്സിൻ്റെ എങ്ങനെയാണ്? ചെറുതായിട്ട് സ്റ്റൊമക്കിൽ ഗ്യാസ്ട്രിക് ലിപ്പേസ് ഒന്ന് ഡൈജസ്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ ലിപ്പിഡ്സ് എന്ന് പറയുമ്പോൾ അതിൽ ഫാറ്റും ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മൾ പറയണത് കേട്ടോ. അപ്പോൾ ഫാറ്റ് മോളിക്യൂൾസിനെ വലിയ
കമ്പോണൻസ് ആണ്. അതിന് അതുപോലെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ബൈൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫാറ്റിനെ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് വിടും. അതാണ് ബൈലിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അതിനെ എന്ത് ചെയ്യും, പാൻക്രിയാറ്റിക് ലിപ്പേസ് ഏറ്റവും സിമ്പിൾ ഫോമായിട്ടുള്ള ഫാറ്റി ആസിഡും ഗ്ലിസറൈഡ്സും ആക്കിയിട്ട് മാറ്റും. ഓക്കെ, എന്നിട്ട് അതിനെ അബ്സോർബ് ചെയ്യും. അപ്പോൾ ഈ 3 എണ്ണത്തിൻ്റെ ഇങ്ങനെയാണ് വരിക. ഏറ്റവും സിമ്പിൾ ഫോമിലേക്ക് ആക്കുക എന്നുള്ളതാണ് ഡൈജഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതിനുശേഷം മാത്രമാണ് അബ്സോർപ്ഷൻ നല്ല രീതിയിൽ നടക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നോട്ട്സ് നമ്മുടെ ടെക്സ്റ്റിൽ പറഞ്ഞതിന് തന്നെ വേറൊരു രൂപത്തിലാക്കി എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. പോയിൻറ്റ്സ് ഒക്കെ സെയിം ആണ്. ദെൻ നോക്കൂ, അടുത്തത് റോൾ ഓഫ് ലിവർ ആൻഡ് പാൻക്രിയാസ് ഇൻ ഡൈജഷൻ. ലിവറിൻ്റെയും പാൻക്രിയാസിൻ്റെയും റോൾ എന്താണെന്നുള്ളത് നമ്മൾ എന്ത് തന്നെ ചെയ്താൽ മതി, ഈ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് തന്നെ നോക്കിയാൽ മതി കേട്ടോ. അതായത് ഇവിടെ ലിവറിൻ്റെ കൊടുത്തിട്ടുണ്ട്, അത് അതേപോലെ തന്നെ പഠിച്ചു വയ്ക്കുക. അതേപോലെ പാൻക്രിയാസ് ആണെങ്കിലും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ നോക്കിയാൽ മതി. സെയിം പോയിൻറ്റിന് ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നില്ല. സെയിം അത് തന്നെ നോക്കിയാൽ മതി. എന്തൊക്കെയാണ് ഫങ്ഷൻ, ഏതൊക്കെയാണ്, എന്തൊക്കെ സെക്രീഷൻസ് ആണുള്ളത്, അതിൻ്റെ ഫങ്ഷൻ എന്താണെന്നുള്ളതൊക്കെ നോക്കി വയ്ക്കുക. ദെൻ അതേപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത് അബ്സോർപ്ഷൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ലാർജ് ഇൻറ്റസ്റ്റൈനാണ്. സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നടക്കുന്ന അബ്സോർപ്ഷൻ്റെ ഭാഗം നമ്മൾ ഈ പോയിൻറ്റ്സിൽ പറയുന്നുണ്ട്. ഇത് നോക്കൂ, സ്മോൾ ഇൻറ്റസ്റ്റൈനിലെ ഭാഗത്ത് ദ അബ്സോർപ്ഷൻ ഓഫ് സിമ്പിൾ ന്യൂട്രിയൻസ് ലൈക്ക് വാട്ടർ, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് മെയിൻലി ടേക്സ് പ്ലേസ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എന്തിൻ്റെയൊക്കെ അബ്സോർപ്ഷനാണ് നടക്കുന്നത്, സിമ്പിൾ ന്യൂട്രിയൻസ്, വാട്ടർ, വൈറ്റമിൻസ്, മിനറൽസ്, അത്രയാണ് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നടക്കുന്നത്. ദെൻ ലാർജ് ഇൻറ്റസ്റ്റൈനിൽ നടക്കുന്ന അബ്സോർപ്ഷൻ ഏതൊക്കെയാണ്, അബ്സോർപ്ഷൻ ഓഫ് റിമൈനിങ് വാട്ടർ ആൻഡ് സോൾട്ട്സ് ഒക്യോ ഹിയർ. അപ്പോൾ സോൾട്ടിൻ്റെയും ബാക്കിയുള്ള വാട്ടറിൻ്റെയൊക്കെ അബ്സോർപ്ഷനാണ് ലാർജ് ഇൻറ്റസ്റ്റൈനിൽ നടക്കുന്നത്. ഓക്കെ, അതിലും ആ നോട്ടുകൾ, ആ പോയിൻറ്റുകൾ നോട്ട് ചെയ്ത് വെക്കുക. ദെൻ അടുത്തത് നോക്കൂ, ന്യൂട്രിയൻസ് ആൻഡ് ദെയർ സിമ്പിൾ കമ്പോണൻസ്. ഈ പോയിൻ്റ് ഒന്ന്, ഈ ഭാഗം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അതായത് ന്യൂട്രിയൻസ് ഇപ്പം നമ്മൾ മെയിനായിട്ട് 3 തരത്തിലാണ് പറഞ്ഞത്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ലിപ്പിഡ്സ്. ഇതിൻ്റെ 3ൻ്റെ ഏറ്റവും സിമ്പിൾ ഫോം ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. അപ്പോൾ നോക്കൂ, അതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് ഇങ്ങനെ വരും. അതായത് കാർബോഹൈഡ്രേറ്റ്സോ പോളിസാക്രൈഡ്സ്, അതിൻ്റെ ഏറ്റവും അവസാനത്തെ എൻ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് മോണോസാക്രൈഡ്സ് ആണ്. ഈ മോണോസാക്രൈഡ്സ് എന്ന് വെച്ചാൽ ഏതൊക്കെ വരും, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ്, ഇതൊക്കെ ഏതിൽ വരുന്നതാണ്, മോണോസാക്രൈഡ്സിൽ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫോംസ് എന്ന് പറയുന്നത്. ദെൻ പ്രോട്ടീൻസ് അല്ലെങ്കിൽ പോളിപെപ്റ്റൈഡ്സ്, പ്രോട്ടീൻസ് പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആണ്. അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള രൂപം അല്ലെങ്കിൽ എൻ പ്രോഡക്റ്റ് ഓഫ് ഡൈജഷൻ എന്ന് പറയുന്നത് അമിനോ ആസിഡ്സ് ആണ്. ദെൻ ലിപ്പിഡ്സിൻ്റെ ആണെങ്കിൽ ഏറ്റവും, അതായത് ഡൈജഷൻ കഴിഞ്ഞ് അവസാനത്തെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫോം എന്ന് പറയുന്നത് ഫാറ്റി ആസിഡ് ആൻഡ് ഗ്ലിസറോൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഓർത്ത് വെക്കണം കേട്ടോ. സോ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഈ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒരു നോട്ട്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ജസ്റ്റ് ഒരു ചെറിയ ഭാഗം കൂടി കവർ ചെയ്തിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നോക്കൂ, ഡൈജഷൻ ഇൻ ഹ്യൂമൻ ഇസ് കംപ്ലീറ്റ്ലി എക്സ്ട്രാ സെല്ലുലാർ. ഹ്യൂമൻ ബീയിങ്സിൻ്റെ നമ്മുടെ ഡൈജഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി എക്സ്ട്രാ സെല്ലുലാർ ആയിട്ടാണ് നടക്കുന്നത്, സെല്ലിൻ്റെ ഉള്ളിലല്ല, പുറത്താണ്. കംപ്ലീഷൻ ഓഫ് ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഓഫ് സിമ്പിൾ ന്യൂട്രിയൻസ് മെയിൻലി ടേക്സ് പ്ലേസ് ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് ഡൈജഷൻ്റെയും അബ്സോർപ്ഷൻ്റെയും മെയിൻ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നടക്കുന്നത്. ദെൻ ബാക്കിയുള്ള കുറച്ച് ഭാഗം മാത്രമാണ് നമ്മൾ ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ മെയിൻ ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ എന്തൊക്കെ സ്ട്രക്ചറൽ പെക്യുലിയാരിറ്റീസ് ആണ് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഇതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഉള്ളത് എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. അതായത് സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ സ്ട്രക്ചർ ഡൈജഷനെ എത്രമാത്രം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, അതായത് അബ്സോർപ്ഷൻ ഓഫ് സിമ്പിൾ ന്യൂട്രിയൻസിൽ അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇസ് എ ലോങ് കോയിൽഡ് മസ്കുലാർ ട്യൂബ് ദാറ്റ് ഈസ് അറൗണ്ട് 6 meters ലോങ് ആൻഡ് 2.5 centimeters ഇൻ ഡയമീറ്റർ. അപ്പോൾ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു നീളമുള്ള ഇങ്ങനെ ചുരുണ്ട് മടങ്ങിക്കിടക്കുന്ന ഒരു പൈപ്പ് പോലുള്ള ഒരു സ്ട്രക്ചറാണ്. അതിന് ഏകദേശം 6 meter നീളവും 2.5 സെൻറ്റിമീറ്റർ ഡയമീറ്ററും ഉണ്ട്. 2.5 meter അല്ല, 2.5 centimeter ആണ്. അതായത് 6 meter നീളവും 2.5 centimeter ഡയമീറ്ററും അത്രയുള്ള ഒരു ചെറിയ കുഴലാണ്. അതിന് ഒരുപാട് നീളമുള്ള ഒരു ചെറിയ കുഴൽ പൈപ്പ് പോലുള്ള ഒരു സ്ട്രക്ചറാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയണത്.
ദെൻ സോ ഈ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചർ, ദ പെക്യുലിയർ സ്ട്രക്ചർ ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഈസ് ഹൈലി ഹെൽപ്ഫുൾ ഫോർ ദ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ. എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അതിൽ ചില പ്രത്യേക തരത്തിലുള്ള സാധനങ്ങളുണ്ട്. അതായത് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആർ ഫൗണ്ട് ത്രൂ ഔട്ട് ദ ഇന്നർ വാൾ. ദീസ് ആർ കോൾഡ് വില്ലൈ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ് കേട്ടോ. അപ്പോൾ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ വാളിൻ്റെ അതിൻ്റെ ഭിത്തിയിൽ നിറച്ച് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ്. ഇത് കണ്ടോ, ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞി ഇങ്ങനെ പൊങ്ങി 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 നിൽക്കണുണ്ടോ? ഇതിനെയാണ് എന്ത് പറയുന്നത്? വില്ലൈ, വില്ലസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്? ദീസ് ഇൻക്രീസ് ദ സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ബൈ മെനി ഫോൾസ്. അപ്പോൾ ഇതിങ്ങനെ മടങ്ങി 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 ഇരിക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെ അബ്സോർപ്ഷൻ, മാക്സിമം അബ്സോർപ്ഷൻ നടക്കണം അല്ലേ? അപ്പോൾ നമ്മളൊരു സിമ്പിളായിട്ടുള്ള ഒരു പൈപ്പാണ് മാത്രമാണ്, നമ്മളൊരു PVC പൈപ്പ് പോലെയുള്ള പൈപ്പാണെങ്കിൽ ആലോചിച്ച് നോക്കുക. അതിൻ്റെ ആ ഉള്ളിലുള്ള സ്ഥലത്ത് കൂടെ മാത്രമല്ല അതിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം ഇവിടെയോ ഇങ്ങനെ മടങ്ങി 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 ഇരിക്കുമ്പോൾ ഇതിൻ്റെ ഓരോ ഭാഗത്ത് കൂടി എന്ത് നടക്കുന്നുണ്ട്? അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അബ്സോർബ് ചെയ്യാനുള്ള സ്ഥലം ഒരുപാട് കൂടുകയാണ്. നമ്മൾ ഇതിനൊന്ന് നിവർത്തി വിരിച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഇൻക്രീസിങ് ദ സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ്റെ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വില്ലസുകൾ ഉള്ളത്. അപ്പോൾ ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിക്കും വില്ലസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് എഴുതേണ്ടത്? ഈ ഒരൊറ്റ സെൻറ്റൻസ് എഴുതിയാൽ മതി, ഇൻക്രീസ് ദ സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ. ആ ഒരൊറ്റ പോയിന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഭാഗം മൊത്തത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ് കേട്ടോ. പോയിൻ്റ് ഒന്നും മിസ്സാക്കാതെ പഠിക്കണം. ഇനി നോക്കൂ, വില്ലസിൻ്റെ സ്ട്രക്ചർ താഴെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കണം. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നോക്കൂ, ഇതാണ് ഒരു വില്ലസ്. ഒരെണ്ണം നമ്മളെടുത്ത്, ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ്. അപ്പോൾ നോക്കൂ, വില്ലസിൻ്റെ സ്ട്രക്ചർ ഇതും ചോദിക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഒന്നാമത്തെ, അതിൻ്റെ എപ്പിത്തീലിയൽ സെൽ, അതായത് ഈ ഭാഗം കണ്ടോ, ഔട്ടർ കവറിങ് കണ്ടോ, അത് ഒരൊറ്റ സെല്ല് തിക്നെസ്സിലാണുള്ളത്. ഒരു സെല്ലിൻ്റെ കനം മാത്രമേ ഉള്ളൂ അതിൻ്റെ ഔട്ടർ ലെയറിന്. അതെന്തിനു വേണ്ടിയിട്ട്? അപ്പോൾ അതിൻ്റെ ഗുണം എന്താണ്? അപ്പോൾ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ഈസി ആയിട്ട് നടക്കും അല്ലേ? ഒരുപാട് കട്ടിയുള്ള ഭിത്തിയാണെങ്കിൽ അതിന്ന് സാധനങ്ങൾ ഉള്ളിലേക്ക് കയറുമോ? ഇല്ല. അപ്പോൾ ഒറ്റ സെൽ തിക്നെസ് ഉള്ളതുകൊണ്ട് സാധനങ്ങൾ ഈസി ആയിട്ട് ഉള്ളിലേക്ക് കയറും. പിന്നെ നോക്കൂ, ബ്ലഡ് കാപ്പിലറീസ് ഉണ്ട്, റെഡ് ആൻഡ് ബ്ലൂ കളറിൽ കണ്ടോ. അപ്പോൾ ഒരു ബ്രാഞ്ച് ഓഫ് ആർട്ടറി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ആൻഡ് അത് പിന്നെ എന്ത് ചെയ്യുന്നു? അതൊരു വെയിനായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ഓക്കെ, റെഡ് കളറിൽ കാണുന്ന ഭാഗമാണ് ആർട്ടറി, ബ്ലൂ ആകുമ്പോൾ അത് വെയിനായിട്ട് മാറുന്നു. അപ്പോൾ എന്താ ചെയ്യണത്? ഇതിൻ്റെ ഉള്ളിൽ കൂടെ ബ്ലഡാണ് ഒഴുകുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, ഈ അബ്സോർപ്ഷൻ നടക്കുമ്പോൾ ഇവിടെ ഇങ്ങോട്ട് കയറുന്ന ന്യൂട്രിയൻസ് ഒക്കെ ഈ ബ്ലഡിലേക്കാണ് കയറുന്നത്. ആ ബ്ലഡ് അതുകൊണ്ടാണ് പുറത്തേക്ക് പോകുന്നത്. കണ്ടോ, ഇങ്ങനെ വലിച്ചെടുക്കുന്ന ഈ ബ്ലഡ് വെസലിലേക്ക് ആണ് ഈ അബ്സോർബ് ചെയ്യുന്ന ന്യൂട്രിയൻസ്, ഗ്ലൂക്കോസോ ഫ്രക്ടോസോ അമിനോ ആസിഡോ ഒക്കെ അതിലേക്കാണ് കയറുന്നത്. എന്നിട്ട് അതിനെല്ലാത്തിനെയും വഹിച്ചുകൊണ്ടാണത് പുറത്തേക്ക് പോകുന്നത്. അങ്ങനെയാണ് അബ്സോർപ്ഷൻ. അപ്പോൾ എന്താണ് അവിടെ എന്തൊക്കെയാണ് അബ്സോർബ് ചെയ്യുന്നത്? അബ്സോർബ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് ആൻഡ് അമിനോ ആസിഡ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസും ഫ്രക്ടോസും ഗാലക്ടോസും ഒക്കെ ആയിട്ട് മാറും. അതിന് ഈ ബ്ലഡ് വെസലിലേക്ക് അബ്സോർബ് ചെയ്യും. അതേപോലെ തന്നെ പ്രോട്ടീൻസ് അവസാനം എന്തായിട്ട് മാറും? അമിനോ ആസിഡ്സ് ആയിട്ട് മാറും. അതിനെയും ഈ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഇതൊന്നും കൂടാതെ അതിൻ്റെ ഉള്ളിലൊരു ഗ്രീൻ കളറുള്ള ഭാഗം കണ്ടോ? ആ ഗ്രീൻ കളറുള്ള ഭാഗമാണ് ലാക്റ്റീൽ എന്ന് പറയുന്നത്. ലാക്റ്റീൽ എന്താണ്? ലിംഫ് വെസലിൻ്റെ ബ്രാഞ്ചാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കണം. നമ്മുടെ ബോഡിയിൽ സർക്കുലേറ്ററി സിസ്റ്റം ഉള്ളതുപോലെ തന്നെ ഒരു ലിംഫാറ്റിക് സിസ്റ്റം ഉണ്ട്. അതെന്താണെന്നുള്ളത് നിങ്ങൾ അടുത്ത ടോപ്പിക്കിൽ പഠിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ബ്രാഞ്ചാണ് ഈ ഗ്രീൻ കളറിൽ കാണുന്നത്. ആ ഭാഗത്തേക്ക് ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആണ് അബ്സോർബ് ചെയ്യുന്നത്. ഗ്രീൻ കളർ ഭാഗത്തേക്ക് ഫാറ്റി ആസിഡും ഗ്ലിസറോളും അബ്സോർബ് ആവും. ഫാറ്റി ആസിഡും ഗ്ലിസറോളും എവിടെ നിന്ന് വരുന്നത്? ആ ലിപ്പിഡ്സിൻ്റെ ഡൈജഷൻ കഴിഞ്ഞ് വരുന്നതാണ് ഫാറ്റി ആസിഡും ഗ്ലിസറോളും. അതിനെ അബ്സോർബ് ചെയ്യുന്നത് ഈ ലാക്റ്റേലിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വില്ലസിൻ്റെ പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ ഇതിനെയും കുറച്ച് പോയിൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഈ നോട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. വില്ലസ് ആൻഡ് സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ. അപ്പോൾ ആ ഭാഗം പോയിൻ്റ് ഏതായിരുന്നു? അപ്പോൾ ആദ്യം എന്തെഴുതാം? വില്ലസ് എന്താണെന്നുള്ളത് പറയാം. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണ് വില്ലസ് എന്ന് പറയണത്. അതെന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ദ സർഫസ് ഏരിയ ഓഫ് അബ്സോർപ്ഷൻ ബൈ മെനി ഫോൾസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പോയിൻ്റ് അവിടെ പറയാവുന്നതാണ്. ദെൻ അതിന് ശേഷം
അടുത്തത് എന്താണ് ലാക്റ്റിയൽ ആൻഡ് അബ്സോർപ്ഷൻ. ലാക്റ്റിയലിലെ അബ്സോർപ്ഷൻ്റെ കാര്യം എന്താണെന്ന് നമ്മൾ ഇവിടെ തന്നെ പറയുന്നുണ്ട് അല്ലേ. ലാക്റ്റിയൽ എന്ന് പറയുന്നത് ദ ബ്രാഞ്ച് ഓഫ് ലിംഫ് വെസലാണ്. ആൻഡ് അത് എന്തിനെയാണ് അബ്സോർബ് ചെയ്യുന്നത്? ഫാറ്റി ആസിഡിനെയും ഗ്ലിസറോളിനെയാണ് അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ ബ്ലഡ് കാപ്പിലറീസ് ആൻഡ് അബ്സോർപ്ഷൻ. ബ്ലഡ് കാപ്പിലറീസ് ആൻഡ് അബ്സോർപ്ഷനും അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഈ ഭാഗം മൊത്തത്തിൽ നമുക്കതിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ കുറേയൊക്കെ നോട്ട് അല്ലെങ്കിൽ പോയിന്റുകളൊക്കെ ടെക്സ്റ്റിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ടെക്സ്റ്റ് നോക്കിയിട്ട് തന്നെ മാക്സിമം പഠിക്കുക. ടെക്സ്റ്റിൽ തന്നെ പോയിന്റുകൾ മാർക്ക് ചെയ്ത് വെച്ചിട്ട് മാക്സിമം പഠിക്കുക. അത് കൂടാതെയുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് എഴുതേണ്ടതെന്ന് കൺഫ്യൂഷനുള്ള ഭാഗം മാത്രം എക്സ്ട്രാ നോട്ടായിട്ട് പഠിച്ചാൽ മതിയാവും. സോ അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ഭാഗമാണ് കവർ ചെയ്തെങ്കിലും അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് കുറച്ച് ഡീറ്റെയിലേക്ക് പോയത്. അപ്പോൾ ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒക്കെ കമൻസിൽ അറിയിക്കുക. അതേപോലെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.